അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ രണ്ടാമത് സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം മേയർ മത്സരിക്കാൻ ഇനിയും ഇറക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ വിജയസാധ്യതയെ പോലും അത് ബാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് BJP ഒരു ചുവട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് CPMന് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും BJPയിലേക്ക് തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നതാണ് ഈ മേയറുടെ ഭരണകാലം എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ കോവിഡ് കാലത്ത് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് എഴുതിയെടുക്കുക, നഗര ശുചീകരണത്തിൻ്റെ പേരിൽ, ഇത് പുറം ലോകം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് ആ ഫണ്ട് മാറ്റിത്തിരിക്കുന്നതിൽ നിന്ന് മാറാൻ കഴിഞ്ഞത്. പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഫണ്ട് പാർട്ടിയിലേക്കോ മറ്റെവിടങ്ങളിലേക്കോ പോകുമായിരുന്നു എന്നുള്ളത് ഉറപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.